എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂണിൽ നടത്തിയ നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്ത് അത് നമുക്ക് ലഭിക്കാനായിട്ട് നെറ്റ് റാപ്പ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്ന മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെയും അതുപോലെ തന്നെ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന സെക്ഷനിലെയും ക്വസ്റ്റ്യൻസ് ആണ്. പേഴ്സൺസ് എക്സ് ആൻഡ് വൈ ഇൻവെസ്റ്റഡ് rupees 50,000 and 20,000 respectively in a business. At the end of the year, they share the profit in the ratio 3:1. If X has invested his money for the whole year, for how many months Y has invested his money? അതായത് എക്സും എന്ന് പറഞ്ഞ രണ്ട് പേഴ്സൺസ് പൈസ ഇൻവെസ്റ്റ് ചെയ്തു 15,000 20,000 ആ രീതിയിൽ. അപ്പം എൻഡ് ഓഫ് ദി ഇയറിൽ അവർക്ക് കിട്ടിയ പ്രോഫിറ്റിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:1 ആണ്. ഇതിൻ്റെ അത് എക്സ് ഹോൾ ഇയർ അതായത് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈ എത്ര മന്ത് ഇൻവെസ്റ്റ് ചെയ്താലാണ് ഈ പൈസ കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പ്രോഫിറ്റ് അനുസരിച്ചുള്ള മണി കിട്ടണമെങ്കിൽ എത്ര മാസം വൈ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ 3, 6, 5, 4 എന്നിങ്ങനെയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇവിടെ എക്സ് ഇൻവെസ്റ്റ് ചെയ്ത മണി എന്ന് പറഞ്ഞാൽ 15,000, വൈ ഇൻവെസ്റ്റ് ചെയ്ത് 20,000 ആണ്. ഇവിടെ പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:1 ആണ്. അപ്പോൾ എക്സ് ഹോൾ ഇയർ ഇൻവെസ്റ്റ് ചെയ്തു, വൈയുടെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ വൈസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു എക്സ് ടൈം ബൈ വൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു വൈസ് ടൈം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റ് റേഷ്യോ അറിയാം, 3/1 എന്നറിയാം. എക്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 15,000 ആണെന്നറിയാം. എക്സിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ഹോൾ ഇയർ, അപ്പോൾ 12 മന്ത് ഇൻറ്റു 2 ഡിവൈഡ് ബൈ വൈയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 20,000 ഇൻറ്റു നമുക്ക് വൈയുടെ ടൈമാണ് അറിയില്ലാത്തത്. സോ നമ്മളത് എ ആയിട്ട് എടുത്തു. സോ 3/1 ഈസ് ഈക്വൽ ടു 1,80,000 ഡിവൈഡ് ബൈ 20,000 ഇൻറ്റു എ എന്ന് കിട്ടും. സോ നമ്മൾ അതിൻ്റെ അന്ന് എയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. 20,000 എ ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 1,80,000 എന്ന് കിട്ടും. സോ എ ഈസ് ഈക്വൽ ടു 1,80,000 ഡിവൈഡ് ബൈ 60,000 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ 3 ആണ് ഇവിടെ ആൻസർ വരുന്നത്. അതായത് 3 മന്ത് ഇൻവെസ്റ്റ് ചെയ്താലാണ് ഈ ഒരു റേഷ്യോ കിട്ടുന്നത്. അതായത് ഈ 1% പ്രോഫിറ്റ് അനുസരിച്ചാണ് ഇത് കിട്ടുന്നത്. അപ്പം ഇത് കിട്ടണമെങ്കിൽ വൈ 3 മാസമാണ് പൈസ ഇടേണ്ടത്. Next question, in a certain code language, A is coded as Z, B is coded as Y, C is coded as X and so on. How perfect will be coded in that language? അതായത് കോഡിംഗ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കോഡ് ലാംഗ്വേജ് അനുസരിച്ച് എ നമ്മൾ Z ആയിട്ടാണ് എഴുതുന്നത്, ബി നമ്മൾ Y ആയിട്ടാണ് എഴുതുന്നത്, സി നമ്മൾ X ആയിട്ട് എഴുതുന്നത്. അതായത് തല തിരിച്ചു വരുന്നത്. എ ഈസ് ഈക്വൽ ടു Z, ബി ഈസ് ഈക്വൽ ടു Y, സി ഈസ് ഈക്വൽ ടു X, ഡി ഈസ് ഈക്വൽ ടു W, ഇ ഈസ് ഈക്വൽ ടു V, എഫ് ഈസ് ഈക്വൽ ടു U. ആ ഒരു മോഡലാണ് പോകുന്നത്. അതായത് ഓറിന് നേരെയാണെങ്കിൽ മറ്റേ തല തിരിഞ്ഞ്. അപ്പോൾ അങ്ങനെയാണ് ഈ പെർഫെക്റ്റ് നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു ആൽഫബറ്റ് എഴുതി വരുമ്പോൾ എക്ക് ഈക്വലായിട്ട് ഇസഡ്, ബിക്ക് ഈക്വൽ വൈ, ആ ഒരു രീതിയിൽ എഴുതി വരുമ്പോൾ പിക്ക് ഈക്വലായിട്ട് കെ, ഇക്ക് ഈക്വലായിട്ട് വി, ആറിന് ഈക്വലായിട്ട് ഐ, എഫിന് ഈക്വലായിട്ട് യു, ഇക്ക് ഈക്വലായിട്ട് വി, സിക്ക് ഈക്വലായിട്ട് എക്സ്, ടിക്ക് ഈക്വലായിട്ട് ജി എന്ന് കിട്ടും. അതായത് ഇവിടെ ഓപ്ഷൻ 1 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. Next question, a sum of money becomes rupees 34,800 in 2 years and 42,000 in 5 years at a simple interest per annum. Find the rate of interest and the sum of money respectively. അതായത് കുറച്ച് എമൗണ്ട് ഓഫ് മണി സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം ഇട്ട് കഴിയുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ 34,800 രൂപയും 5 വർഷം കഴിയുമ്പോൾ 42,000 രൂപയാകും. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും സം ഓഫ് മണി എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 6%, 40,000, 7%, 30,000, 8%, 30,000, 5%, 35,000 എന്നിവയൊക്കെയാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതായത് 6ഉം അതുപോലെ തന്നെ നമ്മൾ എത്ര രൂപയാണ് നിക്ഷേപിച്ചതെന്നുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 2 വർഷം കഴിയുമ്പം ഇൻട്രസ്റ്റ് ഒക്കെ കൂട്ടി എത്ര മണിയാകുമെന്നും 5 വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ കൂട്ടി എത്ര രൂപയാകുമെന്നും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് ഇവിടെ ഇൻട്രസ്റ്റും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ സം ഓഫ് മണി പി ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കപ്പം 5 വർഷത്തേയും തന്നിട്ടുണ്ട്, 2 വർഷത്തേയും തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 വർഷത്തെ കണ്ടുപിടിക്കാം. അതായത് ഈ 5 വർഷത്തിൽ നിന്ന് നമ്മുടെ 2 വർഷം കുറച്ച് കഴിയുമ്പോൾ നമുക്ക്
3 വർഷത്തെ കിട്ടും. അതായത് 42,000 നിന്ന് 34,800 കുറച്ച് ചെയ്യുമ്പോൾ 7,200 കിട്ടും. അപ്പം നമുക്ക് 3 വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയണത്, അതായത് 3 വർഷത്തെ ആ ഇൻട്രസ്റ്റിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 7,200 അതായത് 5 വർഷത്തെ ഇൻട്രസ്റ്റ് കൂട്ടിയുള്ള എമൗണ്ട് 42,000 ആണ്. 2 വർഷത്തേത് ഇൻട്രസ്റ്റ് കൂടെ കൂട്ടിയുള്ള 34,800 രൂപയാണെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അന്ന് 3 വർഷത്തെ നമുക്ക് 7,200 കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു വർഷത്തെ, അപ്പോൾ 7,200 കിട്ടി. അപ്പോൾ ഈ 7,200 വെച്ചിട്ട് നമുക്ക് ഒരു വർഷത്തേത് കണ്ടുപിടിക്കാം. അതായത് 7,200 ഡിവൈഡ് ബൈ 3 = 2,400 കിട്ടും. അപ്പോൾ നമുക്ക് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് 2,400 കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ പി, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് അതാണ് എത്രയാണ് നിക്ഷേപിച്ചത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് ഇവിടെ നമുക്ക് അറിയാം 2 വർഷത്തെ, അതായത് 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉള്ള എമൗണ്ട് എന്ന് പറയുന്നത് 34,800 അതായത് ഇൻട്രസ്റ്റോടെ കൂട്ടി. അപ്പം അതിൻ്റെ അകത്തുനിന്ന് 2 വർഷത്തെ ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിക്ഷേപിച്ച തുക എത്രയാണെന്ന് കിട്ടും. അതായത് നമ്മുടെ 2 വർഷത്തെ ഇൻട്രസ്റ്റ് കൂടിയുള്ള തുക എന്ന് പറയുന്നത് 34,800 അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് 2 വർഷത്തെ ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് കിട്ടും. സോ 34,800 മൈനസ് 2 ഇൻറ്റു 2,400, അതായത് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 2,400 അപ്പോൾ 2 വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2,400 ഇൻറ്റു 2 ആണ്. അപ്പോൾ ഇത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 30,000 കിട്ടി. അതായത് നമ്മളുടെ നിക്ഷേപിച്ച തുക എന്ന് പറയുന്നത് 30,000 അതായത് നമ്മുടെ പി എന്ന് പറയുന്നത് 30,000 ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആറാണ്, റേറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മുടെ ഫോർമുല എഴുതുക, SI = PRT/100 എന്നുള്ളതാണ്. ഇത് പി പ്രിൻസിപ്പൽ എമൗണ്ട്, റേറ്റ്, ടൈം ബൈ 100 എന്നുള്ളതാണ്. സോ അതിൻ്റെ നമുക്ക് ആറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഫോർമുലേനെ മോഡിഫൈഡ് ചെയ്ത് 6 കണ്ടുപിടിക്കാനായിട്ട് R = സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ PT എന്ന് കിട്ടും. അപ്പം SI അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് 2,400 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 30,000 ഇൻറ്റു 1 എന്തായാലും ഒരു വർഷമാണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ 1 ഇയറിൻ്റെ 1 എഴുതി. സോ ഇത് നമ്മളിനി വെട്ടിക്കുറച്ചാൽ മതി. വെട്ടിക്കുറച്ച് ഡിവൈഡ് ചെയ്ത് എന്തെങ്കിലും കാണിച്ച് കഴിയുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. ഓക്കെ, അതായത് നമ്മൾ പിന്നെ ഇതൊന്ന് സോൾവ് ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. അപ്പോൾ അതായത് നമ്മുടെ ഇവിടുത്തെ പി എന്ന് പറയണത് 30,000, റേറ്റ് എന്ന് പറയണത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയണത് 8 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതൊരു സീരീസ് ആണ്. വാട്ട് നമ്പർ വുഡ് റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ സീരീസ് ഗിവൺ ബിൽ. അതായത് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ വരുന്ന നമ്പർ ഏതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1, 7, 60, 28, 43, 61, 82 എന്നിവയാണ് തന്നിരിക്കുന്നത്. 102, 143, 106, 110 എന്നിവയാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് 7, 60, 28, 43, 61, 82 എന്നിങ്ങനെയാണ് നമ്പർ തന്നിരിക്കുന്നത്. ഇവിടെ വരുന്ന പാറ്റേൺ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ നമ്മൾ 6ൻ്റെ അല്ല 3ൻ്റെ ഗുണിതങ്ങളുമായിട്ട് കൂട്ടുകയാണ്. അതായത് 1 + 6 ആണ് 7. അതിനുശേഷം 7 അതായത് 6നോട് 3 കൂട്ടി കഴിഞ്ഞാൽ പിന്നെ വരുന്ന 9 അപ്പോൾ 7 + 9 60 എന്ന് കിട്ടും. ഇനി 60യോട് 9 + 3 എത്രയാണ്? 12 ആണ്. 12 കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 28 കിട്ടും. ഇനി ഈ 28നോട് മുമ്പത്തെ 12നോട് നമ്മൾ 3 കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 കിട്ടും. അതായത് 3 15 എന്ന് കിട്ടും. അത് നമ്മൾ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 43 എന്ന് കിട്ടും. ഇനി 43യോട് നെക്സ്റ്റ് വരുന്ന സീരീസ് 50 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പറഞ്ഞാൽ 18 ആണ്. 15 3 18, അത് കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 61 എന്ന് കിട്ടും. ഇനി ഈ 61നോട് 18നോട് 3 കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 21 അപ്പോൾ നമുക്ക് 82 എന്ന് കിട്ടും. അപ്പം ഇനി 82നോട് നമ്മൾ 21നോട് 3 കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ 24 ആണ്. സോ 82 + 24 = 106 എന്ന് നമുക്കിവിടെ കിട്ടും. അതായത് ഇവിടെ ഓപ്ഷൻ കറക്റ്റായിട്ട് വരുന്ന 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ എക്സാമിനേഷൻ ആവറേജ് മാർക്ക് ഓഫ് 6 സ്റ്റുഡൻസ് ഈസ് 50. അതായത് ആവറേജ് മാർക്ക് ഓഫ് 6 കുട്ടികളുടെ എന്ന് പറഞ്ഞാൽ 50 ആണ്. ഹൗവർ ഡ്യൂറിങ് ക്രോസ് ചെക്കിംഗ് ഓഫ് ദ പേപ്പർ ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ മാർക്ക് ഓഫ് 1 സ്റ്റുഡൻറ്റ് ഹാസ് ബീൻ മിസ്റീഡ് ആസ് 48 ഇൻസ്റ്റെഡ് ഓഫ് 84. ഫൈൻഡ് ദ കറക്റ്റ് ആവറേജ് മാർക്ക് ഓഫ് ദ സ്റ്റുഡൻസ്. അതായത് നമുക്ക് ആവറേജ് മാർക്ക് ഓഫ് 6 കുട്ടികളുടെ ആവറേജ് മാർക്ക് 50 ആണെന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ പേപ്പർ പിന്നെ ക്രോസ് ചെക്ക് ചെയ്തപ്പോഴാണ് നമുക്കൊരു അബദ്ധം മനസ്സിലായത്. ഒരു കുട്ടിയുടെ നമ്മൾ 84 മാർക്കായിരുന്നു, പക്ഷെ നമ്മളത് മിസ്റീഡ് ചെയ്ത് 48 ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ കറക്റ്റ് ആവറേജ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
52, 54, 56, 58 എന്നിവയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. സോ നമുക്കറിയാം ആവറേജ് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറാണ്. അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻറ്റു നമ്പറാണ്. അപ്പോൾ ഇവിടെ ആവറേജ് മാർക്ക് എന്ന് പറഞ്ഞാൽ 50 അതുപോലെ തന്നെ അത് 6 കുട്ടികളുടെയാണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ടോട്ടൽ മാർക്ക് ഈസ് ഈക്വൽ ടു 50 × 6 ഈക്വൽ ടു 300. അതായത് നമ്മൾ മിസ്ട്രിയുടെ അതായത് 48 ആയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉള്ള മാർക്ക് ആവറേജ് എന്ന് പറയുന്നത് ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 300 ആണ്. അപ്പം നമ്മൾ 84 ആയിരുന്നു, 48 ആയിട്ടാണ് നമ്മളത് മിസ്റീഡ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ കാണുക. 84 - 48 = 36. അതായത് അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 36. അപ്പോൾ ഈ കറക്റ്റ് മാർക്കിനോട് നമ്മൾ ഈ 36 കൂട്ടി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 336 കിട്ടി. അപ്പം ഇപ്പോഴത്തെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 336 അതായത് നമുക്ക് കൂടുക ചെയ്ത്. അപ്പം നമ്മൾ ആ കൂടിയ മാർക്ക് എത്രയാണോ അത് നമ്മൾ ടോട്ടലുമായിട്ട് കൂട്ടിക്കഴിഞ്ഞപ്പോൾ 336 കിട്ടി. അതായത് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 336 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണം? ഡിവൈഡ് ബൈ 6. നമ്പർ 6 ആണ്, 6 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 56 എന്ന് കിട്ടും. സോ നമ്മൾ മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ 5 ക്വസ്റ്റ്യൻസും കണ്ടു. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് എ റെഫറൻസ് ടു മെഷർ ദ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസ്? അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ നോക്കുന്നത് എന്ത് ഇതിൻ്റെ മെഷർ ചെയ്തിട്ടാണ്? അതായത് ഇതിൻ്റെ റെഫറൻസ് നമ്മൾ ഏതിൻ്റെ അളവ് കൂടുന്നത് അനുസരിച്ചാണ് അത് മെഷർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ്. ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിലെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറയണേ. പക്ഷേങ്കിൽ ഇതാണ് മോസ്റ്റ് അബോർഡൻ്റ് ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് നല്ല മാസ്സും ഉണ്ട്. ഇനി ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ GWP നോക്കുമ്പോൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡാണ് മെയിൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ട് കാണപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം കൊണ്ടാണ്. ഈ GWP എന്ന് പറയുന്നത് മീഥേന്, നൈട്രസ് ഓക്സൈഡൊക്കെ വെച്ച് നോക്കുമ്പോൾ വെരി ലെസ്സാണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡാണ് അവിടെ കൂടുതലായിട്ട് നോക്കുന്നത്. ഇത് ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 years ഓഫ് GWP ഓഫ് വൺ ആൻഡ് ഓൾ അതർ ഗ്യാസസ് ഈസ് മെഷേർഡ് അഗെയിൻസ്റ്റ് ദിസ് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു 100 വർഷത്തെ ഇതിൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡാണ് ഇങ്ങനെ ആ ഒരു അളവിൽ വലിയ മാറ്റങ്ങളില്ലാണ്ട് തന്നെ നിലനിന്ന് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റെഫറൻസിൽ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്തിരിക്കുന്നത്. സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 7 ഈസ് റിലേറ്റഡ് ടു. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിൽ 7 ഏത് റിലേറ്റ് ചെയ്തിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജെൻഡർ ഇക്വാളിറ്റി, ക്ലൈമറ്റ് ആക്ഷൻ, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ആൻസർ വരുന്നത് ഏതാണ്? അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി എന്നുള്ളതാണ്. ജെൻഡർ ഇക്വാളിറ്റി ഏതാ വരുന്നത്? 4ാമതായിട്ടാണ് ജെൻഡർ ഇക്വാളിറ്റി വരുന്നത്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ വരുന്നതാണ് 3ാമതായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോക്സിക് സബ്സ്റ്റൻസ് ദാറ്റ് ഡാമേജ് കിഡ്നീസ് ആർ കോൾഡ്. അതായത് കിഡ്നീനെ ഡാമേജ് ചെയ്യുന്ന ടോക്സിക് സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് പേര് വിളിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഹെമാറ്റോ ടോക്സിക്, ന്യൂറോ ടോക്സിക്, സൈറ്റോ ടോക്സിക്, നെഫ്രോ ടോക്സിക്. അതായത് നെഫ്രോ ടോക്സിക് ഓപ്ഷൻ 4 ആണ് വരുന്നത്. നെഫ്രോളജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം. നെഫ്രോളജിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ കിഡ്നി ആയിട്ട് റിലേറ്റ് ചെയ്ത ഡോക്ടറാണ് നമ്മൾ നെഫ്രോളജിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. സോ നെഫ്രോ വരുന്നത് എപ്പോഴും കിഡ്നി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ബ്ലഡിന് ഡിസ്ട്രക്ഷൻ വരുത്തുന്ന ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പോയിസണസിനാണ് ഹെമാറ്റോ ടോക്സിക് എന്ന് പറയുന്നത്. സൈറ്റോ ടോക്സിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽസിനെ ഡാമേജ് ചെയ്യുന്നതിനാണ് നമ്മൾ സൈറ്റോ ടോക്സിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോൺട്രിയൽ പ്രോട്ടോകോൾ റിലേറ്റഡ് ടു ദ പ്രൊട്ടക്ഷൻ ഓഫ്. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തിൻ്റെ പ്രൊട്ടക്ഷൻ ആയിട്ടാണ് നിലവിൽ വന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബയോഡൈവേഴ്സിറ്റി, ഗ്ലേസിയേഴ്സ്, ഓഷ്യൻസ്, സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ ലെയർ. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 4 ആണ്. സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ ലെയറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി വന്നാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. 1987 ഫൈനലൈസ് ചെയ്ത ഗ്ലോബൽ എഗ്രിമെൻറ്റ് ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അതായത് സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസോൺ ഡിപ്ലേറ്റിംഗ് സബ്സ്റ്റൻസിൻ്റെ പ്രൊഡക്ഷനും കൺസംഷനും ഫേസിങ് ഔട്ട് ചെയ്തുകൊണ്ടാണ് ഈ സ്ട്രാറ്റോസ്ഫെറിക് ഓസോൺ ലെയറെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അതായത് ക്ലോറോ ഫ്ലൂറോ കാർബൺസിൻ്റെ, ഹാലോൺസിൻ്റെ ഒക്കെ ആ ഒരു കൺസെപ്ഷനൊക്കെ ഫേസ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ഓർഗാനിക് പൊല്യൂട്ടൻസ് ഇൻ വാട്ടർ. അതായത് വാട്ടറിലെ ഓർഗാനിക് പൊല്യൂട്ടൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോൾട്ട്, പെസ്റ്റിസൈഡ്സ്, ഡയോക്സിൻസ്, ബേസസ്, പിഗ്മെൻറ്റ്സ് എന്നിവയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അതായത് പെസ്റ്റിസൈഡ്സ്, ഡയോക്സിൻസും ബേസസുമാണ് ഓർഗാനിക് പൊല്യൂട്ടൻസ്, വാട്ടറിലെ ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്.
വാട്ടറിലെ ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ പെസ്റ്റിസൈഡ്സ്, അതുപോലെ തന്നെ കെമിക്കൽ ഫാക്ടറീസ് എന്നൊക്കെ വരുന്ന ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയൊക്കെയാണ്. സോ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്